നമസ്കാരം. ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ ക്യാപ്റ്റനായ സെർജി റോബർട്ടോയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവസാനിക്കുക. ഈ കരാർ പുതുക്കാൻ ചാവി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഈ സീസണിന് ശേഷം ചാവി ഇപ്പോൾ ക്ലബ്ബ് വിടുകയാണ്. സെർജി റോബർട്ടോയും ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനിടെ സൗദി അറേബ്യൻ ലീഗിലെ അൽ ഖാദിസിയ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വന്നിരുന്നു. നമുക്കറിയാം, നിലവിൽ സൗദി അറേബ്യൻ ലീഗിൽ അതായത് രണ്ടാമത്തെ ഡിവിഷനിലാണ് ഖാദിസിയ കളിക്കുന്നത്. പക്ഷെ അടുത്ത സീസണിലേക്ക് അവർക്ക് പ്രൊമോഷൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവർ കളിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് കൂടുതൽ മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഖാദിസിയ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് സെർജി റോബർട്ടോക്ക് ആകർഷകമായ ഒരു ഓഫർ ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ സെർജി റോബർട്ടോ ഇപ്പോൾ അത് നിരസിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലേക്ക് പോകാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നാണ് സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി ഈ താരത്തെ സ്വന്തമാക്കിയേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അത് വീണ്ടും ശക്തിപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം MLS പോകാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി മുണ്ടോ ഡിപ്പോർട്ടീവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്റർ മയാമിയിലേക്ക് സെർജി റോബർട്ടോ എത്താനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരുന്നത്. 32-കാരനായ താരത്തെ സ്വന്തമാക്കാൻ കഴിയുകയാണെങ്കിൽ ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും. നമുക്കറിയാം, ലയണൽ മെസ്സിയെ കൂടാതെ സെർജിയോ ബുസ്കറ്റ്സ്, ജോർജി ആൽബ, ലൂയിസ് സുവാരസ് എന്നീ മുൻ ബാഴ്സലോണ താരങ്ങളൊക്കെ ഇപ്പോൾ ഇന്റർ മയാമിയിലുണ്ട്. സെർജി റോബർട്ടോയെ കൂടി അവർ എത്തിക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.